ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് DCS മൊഡ്യൂൾ 1 ആണ്. ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അത് പോയി കാണാം. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിനെക്കാട്ടി മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിസൈൻ ഫിലോസഫിയാണ്. നമുക്കറിയാം ഇതിൽ കുറച്ച് തിയറി പാർട്ടും ഈ സബ്ജക്റ്റിൽ തിയറി പാർട്ടും വരും. പിന്നെ പ്രോബ്ലമാണ് കൂടുതൽ വരിക എന്നറിയാം. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കിട്ടണമെങ്കിൽ കുറച്ച് തിയറി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കോഡ്സ് പരിചയമായിരിക്കണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ കോഡ്സ് അറിഞ്ഞാൽ പോരാ, നമ്മളത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഇത് വരണം. കാരണം ഇന്ന പേജിലാണ് ഇന്ന ഇക്വേഷൻസ് കിടക്കണം, അല്ലെങ്കിൽ ഇന്ന തിയറി ഇതെല്ലാം കിടക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ഇതുണ്ടായിരിക്കണം. എന്നാലാണ് എക്സാമിന് ആ സമയത്ത് ടൈം മാനേജ് ചെയ്ത് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ. സോ ഡിസൈൻ ഫിലോസഫിയിൽ നമുക്ക് 3 മെത്തേഡ്സാണ് പഠിക്കാനുള്ളത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ്. ഇപ്പോൾ ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ കൊണ്ടാണ് നമ്മൾ ഇത് പുതിയ മെത്തേഡായ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് വന്നത്. അതും പോരായ്മകൾ തീർക്കാനാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ 3 മെത്തേഡ് എന്തായാലും അറിഞ്ഞിരിക്കണം. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഇപ്പോൾ ചെറിയ കാര്യത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ പറയാം. ഫസ്റ്റ് മെത്തേഡ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ്. ഇപ്പോൾ ഏതിനൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ഡിസൈൻ, അതുപോലെ തന്നെ സ്റ്റീൽ, ടിമ്പർ സ്ട്രക്ചേഴ്സ്, ഇതിലൊക്കെയാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇതിൻ്റെ അസംഷൻ എന്ന് പറയുന്നത്, the main assumption in the WSM, that is working stress method, is that behavior of structural material is restricted within linear elastic region and the safety of it ensured by restretching the stresses coming on the member by working loads. അപ്പോൾ ഇത് ഏത് പോർഷനിലാണ് എടുക്കുന്നത് വെച്ചാൽ ഇലാസ്റ്റിക് പോർഷനിൽ. ഇപ്പോൾ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ നമ്മൾ ഫിഗർ വരച്ചിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് പരിചയമുണ്ടായിരിക്കും. അതിൽ ഈ ഇലാസ്റ്റിക് പോർഷൻ, അതായത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ എന്ന് പറയുന്ന പോലെ ആ പോർഷനിലാണ് ഇത് ആക്ട് ചെയ്യുക. പിന്നെ ദ ലോബൽ സ്ട്രെസ് വിൽ കം ഇൻ ദ ലീനിയർ പോർഷൻ, ദാറ്റ് ഈസ് ഇനീഷ്യൽ ഫേസ്. അത് നമുക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ് ഫേസ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ. പിന്നെ നമ്മളിതിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈൽഡ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ പെർമിസിബിൾ സ്ട്രെസ്സിനെയാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി FOS എന്നാണ് നമ്മൾ എഴുതുക. ഇത് സ്റ്റീലിനും കോൺക്രീറ്റിനും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രക്ചേഴ്സ് വിച്ച് ആർ ഡിസൈൻഡ് ബേസ്ഡ് ഓൺ ദ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഹാവ് ലാർജർ സേഫ്റ്റി ഫാക്ടേഴ്സ് ദാൻ ഇൻ ദ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഇപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സേഫ്റ്റി ഫാക്ടർ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. പിന്നെന്താ, ഒരു സിമ്പിൾ കൺസെപ്റ്റാണ്, നമുക്കപ്പോൾ അത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം, സിമ്പിൾ കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ സ്റ്റിൽ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, RC ബ്രിഡ്ജസിന്, വാട്ടർ ടാങ്ക്സ്, ചിമ്നീസിന്, ഡിസൈൻസിനൊക്കെ ഇത് സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ പോരായ്മകൾ വരുമ്പോഴാണ് നമ്മൾ അടുത്തത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത മെത്തേഡ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് സ്ട്രെസ്സ് നമുക്ക് എന്ത് ചെയ്യാം, പെർമിസിബിൾ ലിമിറ്റിൽ കീപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെന്താ, ക്രീപ്പ്, ഷ്രിങ്കേജ്, ഇതൊക്കെ റീസൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെന്താ, ഇഫക്റ്റ് ഓഫ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ആൻഡ് അതർ സെക്കൻഡറി ഇഫക്ട്സ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എഫക്ട്സും വരാറുണ്ട്. ഓൾ സച്ച് ഇഫക്റ്റ് റിസൾട്ട് ഇൻ സിഗ്നിഫിക്കൻറ്റ് ലോക്കൽ ഇൻക്രീസ് ഇൻ സ്ട്രെസ്സസ് ഇൻ ടു ദ ഇലാസ്റ്റിക് റേഞ്ച് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ കാൽക്കുലേറ്റഡ് സ്ട്രെസ്. ഇൻ ദ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഓഫ് ഡിസൈൻ, ദ ആക്ച്വൽ മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് നോട്ട് ഈക്വൽ ടു ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി യൂസ്ഡ് ബിക്കോസ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഈസ് നോട്ട് ലീനിയർ അപ് ടു കൊളാപ്സ്. നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്യുക സ്ട്രെസ് സ്ട്രെയിൻ കർവ്, അപ്പോൾ ആക്ച്വലി അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, FOSന് ഈക്വൽ ആവണില്ല. എന്ത് ആക്ച്വൽ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ഇതിൽ ഈക്വൽ ആവണില്ല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് വരുന്നത്. പിന്നെന്താ, FOS യൂസ്ഡ് ഇൻ മെത്തേഡ്സ് ഹാസ് നോ സൗണ്ട് തിയററ്റിക്കൽ ബേസിസ് എന്നാണ് പറയുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് നോ സൗണ്ട് തിയററ്റിക്കൽ ബേസിസ് എന്നാണ് പറയുന്നത്. പിന്നെന്താ, ഇൻ ദിസ് മെത്തേഡ് ദ ആക്ച്വൽ മാർജിൻ ഓഫ് സേഫ്റ്റി ക്യാൻ നോട്ട് ബി ഡിറ്റർമിൻഡ് ആൻഡ് FOS ഈസ് നോട്ട് ഈക്വൽ ടു ദ ലോഡ് ഫാക്ടർ ഡ്യൂ ടു നോൺ ലീനിയാരിറ്റി ഓഫ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. നമ്മളത് ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ ആക്ച്വലി നോൺ ലീനിയാരിറ്റി ആണ്. സോ അഗെയിൻ ആ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്, FOS ലോഡ് ഫാക്ടറിന് ഈക്വൽ അല്ല എന്നാണ് പറയുന്നത്.
This method failed to discriminate between different types of loads that have different degree of uncertainty. For example, dead load and with load produce counteracting stresses, but if they are simply added, the design load would be much larger എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെഡ് ലോഡിൻ്റെ കേസും വിൻഡ് ലോഡിൻ്റെ കേസാണ് അവിടെ പറയുന്നത്. പിന്നെ എന്താ ഇതിൻ്റെ സിംപ്ലിസിറ്റിയോട്ട് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസബിലിറ്റി ക്രൈറ്റീരിയ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് വാട്ടർ ടാങ്ക് ഡിസൈൻ. അപ്പോൾ നമുക്ക് അവിടെ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, എന്നാൽ കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, അടുത്തൊരു മെത്തേഡിലേക്ക് പോയത്. അപ്പോൾ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡാണ്. ഇത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്. ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇൻ ദിസ് മെത്തേഡ് വി പ്രൊവൈഡ് ലോഡ് അണ്ടിൽ ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. ലോഡ് പ്രൊവൈഡ് ചെയ്യുക എവിടെ, അണ്ടിൽ ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ. ദ മെയിൻ പ്രോബ്ലം വിത്ത് ദിസ് മെത്തേഡ് ഈസ് സർവീസിബിലിറ്റി. നമ്മൾ പറഞ്ഞു അതിൽ സേഫ്റ്റി കൂടുതലാണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ സർവീസിബിലിറ്റി ആയിരുന്നു. ഡ്യൂ ടു ഹൈ ലോഡ് ഓൺ ദ സ്ട്രക്ചർ, ലാർജ് ഡിഫ്ലക്ഷൻ. നമുക്കറിയാം ഹൈ ലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ലാർജ് ഡിഫ്ലക്ഷൻ അവിടെ എന്തായാലും സംഭവിക്കില്ല. നമുക്ക് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടി ലോഡ് വരികയാണെങ്കിൽ എന്തായാലും ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. ടു ടാക്കിൾ ദ പ്രോബ്ലം ഓഫ് ലാർജ് ക്രോസ് സെക്ഷൻ ആൻഡ് അൺഇക്കണോമിക്കൽ ഡിസൈൻ ഇൻ WSM, അൾട്ടിമേറ്റ് ലോഡ് ഈസ് മെത്തേഡ്. അപ്പോൾ അൾട്ടിമേറ്റ് ലോഡ് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ അറിഞ്ഞു അൺഎക്കണോമിക്കലാണ് WSM. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത മെത്തേഡിലേക്ക് പോയി. പിന്നെ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം ആൻഡ് കോളം ക്യാൻ ബി റെഡ്യൂസ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി ബൈ യൂട്ടിലൈസിങ് ദ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ, അപ്പോൾ ബീമിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ കോളത്തിൻ്റെ ആണെങ്കിലും നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാം അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താ, ദ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് കൺസിഡേഴ്സ് ദ നോൺ ലീനിയർ പോർഷൻ ഓഫ് ദ കർവ് ഇൻസ്റ്റെഡ് ഓഫ് ഐഡിയലൈസ്ഡ് സ്ട്രെയിറ്റ് കർവ് യൂസ്ഡ് ഇൻ ദ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. നമ്മൾ പറഞ്ഞു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നോൺ ലീനിയർ പോർഷൻ കൺസിഡർ ചെയ്തിരുന്നില്ല, ലീനിയർ ആണെന്ന് വെച്ചിട്ടാണ് ചെയ്തത്. അതതിൻ്റെ ഒരു പോരായ്മയായിരുന്നു. പക്ഷേ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ നോൺ ലീനിയർ പോർഷൻ കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ദ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് പ്രൊവൈഡ്സ് എ ഫെയർ ഐഡിയ അബൌട്ട് ദ മാർജിൻ ഓഫ് സേഫ്റ്റി. ഇപ്പോൾ നമുക്ക് അതിൽ മാർജിൻ ഓഫ് സേഫ്റ്റി എന്താ പറഞ്ഞത്, അവിടെ ഈക്വൽ ആവണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ചും കൂടിയും എന്താണ്, അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഐഡിയാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ദ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ലീഡ്സ് ടു എക്കണോമിക്കൽ ഡിസൈൻ ആസ് സെക്ഷൻസ് ഡിസൈൻഡ് യൂസിങ് ദിസ് മെത്തേഡ് ആർ തിന്ന്. പിന്നെ ഡിഫറെൻറ്റ് ലോഡ് ഫാക്ടേഴ്സ് ക്യാൻ ബി അസൈൻ ടു ഡിഫറെൻറ്റ് ലോഡ്സ് ബേസ്ഡ് ഓൺ ദയർ ഇമ്പോർട്ടൻസ് വിച്ച് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. പല ലോഡ് ഫാക്ടേഴ്സും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ പറ്റിയിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് വായിച്ചു നോക്കാം. ദ ഡിസൈൻ ഓഫ് സ്ട്രക്ചർ ഫോർ അൾട്ടിമേറ്റ് ലോഡ് ഫോളോസ് എ സ്പെസിഫിക് മെത്തേഡ് ബട്ട് ഇറ്റ് കനോട്ട് ബി ഗ്യാരൻറ്റീഡ് ദാറ്റ് എ സ്ട്രക്ചർ ഡിസൈൻഡ് ഫോർ അൾട്ടിമേറ്റ് ലോഡ് വിൽ പെർഫോം ഇറ്റ്സ് ഫങ്ഷൻ അറ്റ് എ സർവീസ് ലോഡ് ആസ് ഇറ്റ് ക്യാൻ എക്സ്പീരിയൻസ് ലാർജ് ഡിഫ്ലക്ഷൻ, വൈബ്രേഷൻ ആൻഡ് ക്രാക്സ് അറ്റ് വർക്കിംഗ് ലോഡ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ദ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് ഫോർ അൾട്ടിമേറ്റ് ലോഡ് ഫോളോസ് എ സ്പെസിഫിക് മെത്തേഡ്. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് ലോഡിലൊരു സ്പെസിഫിക് മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഗ്യാരൻറ്റി ചെയ്യുന്നില്ല. ഏത് സർവീസ് ലോഡിൻ്റെ കേസസിലൊന്നും ഇപ്പോൾ ഡിഫ്ലക്ഷൻ സംഭവിക്കാം, വൈബ്രേഷൻ സംഭവിക്കുക, സർവീസബിലിറ്റി നമ്മളെന്താ നല്ല പ്രോപ്പറായിട്ട്. അപ്പോൾ നമ്മൾ 3 ഫാക്ടേഴ്സ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്, സേഫ്റ്റി, സർവീസബിലിറ്റി, എക്കണോമിക്. അപ്പോൾ നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ സേഫ്റ്റി നമുക്ക് പ്രാധാന്യമാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് വേണം. അതുപോലെ തന്നെ വിസിബിലിറ്റി. ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, വൈബ്രേഷൻസ് ആയാലും ഡിഫ്ലക്ഷൻസ് ആയാലും ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ ബിൽഡിങ്സിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം അതിൻ്റെ ലോഡ് കാൽക്കുലേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഗുഡ് ക്വാളിറ്റി ബിൽഡിംഗ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എന്താ പറയണത്, ഇൻസ്റ്റെഡ് ഓഫ് റീസൈക്ലിംഗ് സോൺലി ഓൺ ദ ലീനിയർ പോർഷൻ ഓഫ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, എഞ്ചിനീയേഴ്സ് ടേക്ക് ഇൻ ടു കൺസിഡേഴ്സ് ദ നോൺ ലീനിയർ പോർഷൻ ഓഫ് ദി കർവ്. ഹൗ അവർ അനലൈസിങ് ദ നോൺ ലീനിയർ സ്ട്രെസ് സ്ട്രെയിൻ ക്യാൻ ബി cumbersome
പ്രോസസ്സ്. ഇപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടും കൂടി പറയാം. നമ്മളിപ്പോൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നില്ല, ഇതിൽ നോൺ ലീനിയർ സെക്ഷനും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. എഞ്ചിനീയേഴ്സ് ഡിറ്റർമിൻ ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് അൾട്ടിമേറ്റ് ലോഡ് ബൈ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് വർക്കിംഗ് ലോഡ് ആൻഡ് ദെൻ മാഗ്നിഫൈയിങ് ഇറ്റ് യൂസിങ് എ ലോഡ് ഫാക്ടർ. However, this approach is not entirely correct as the inelastic and non-linear behavior of the material can cause significant stress റീഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? ആദ്യം വർക്കിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ മാഗ്നിഫൈങ് ഇറ്റ് യൂസിങ് എ ലോഡ് ഫാക്ടർ യൂസ് ചെയ്യുക. അപ്പോൾ അതത്ര കറക്റ്റ് ആയിട്ടുള്ള രീതിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ പറയണത്. ഇപ്പോൾ ലാസ്റ്റ് മെത്തേഡ് യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇത് വെച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ദ വർക്കിംഗ് സ്ട്രെസ്. ഇപ്പോൾ 2 മെത്തേഡ് നമ്മൾ പഠിച്ചു, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് പഠിച്ചു, അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡും പഠിച്ചു. സോ അത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തേൽ നമ്മൾ സേഫ്റ്റി പറഞ്ഞിരുന്നു അല്ലേ. അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് പ്രൊവൈഡ്സ് ഹയർ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ വിത്ത് ഹൈ ലോഡിങ്. അപ്പോൾ ഹൈ ലോഡാണെങ്കിൽ തന്നെ നമ്മൾ ഹൈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് ടേക്ക് കെയർ ഓഫ് ബോത്ത്. ഇപ്പം നമ്മൾ മറ്റേത് രണ്ടിൽ ഒന്ന് സേഫ്റ്റി പറഞ്ഞു, ഒന്ന് സർവീസബിലിറ്റി പറഞ്ഞു. അപ്പോൾ ഇതാവുമ്പോൾ എന്താ, രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. സോ ബോത്ത് സേഫ്റ്റിയും സർവീസബിലിറ്റിയും നമ്മൾ എന്ത് ചെയ്യും, ടേക്ക് കെയർ ചെയ്യും. പിന്നെ ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് ഇൻവോൾവ്സ് 2 പ്രൈമറി ആസ്പെക്ട്സ് ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ദ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. നമ്മൾ പറഞ്ഞു ഇതിൽ 2 എടുക്കുന്നുണ്ട്, 2 കൺസെപ്റ്റ് എടുക്കുന്നുണ്ട്. ഒന്ന് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും മറ്റേത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയും. സോ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് പറയുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആണ്. Limit state methods deals with the strength of structure in terms of its ability to withstand collapse, overturning, sliding and other forms of failure. ഇപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ ഉദ്ദേശിക്കുന്നത് ആ സ്ട്രക്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്തേക്കണം. നമ്മൾ കൊളാപ്സ് ചെയ്യണം, അല്ലെങ്കിൽ ചെരിയാണ്ട്, അല്ലെങ്കിൽ എന്താ ഫെയിലിയർ, വേറെ ഏത് തരത്തിൽ ഓവർടേൺ ചെയ്യാണ്ട്, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് പോവാണ്ട് നമ്മൾ ആ സ്ട്രക്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ സെവറൽ ടൈപ്സ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് exist such as ഫ്ലക്ചർ, കംപ്രഷൻ, ഷിയർ, ടോർഷൻ, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ്, ഇപ്പം നമ്മൾ അതിൽ പറഞ്ഞത് എന്താ, സ്ലൈഡിങ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇനി ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയിലേക്ക് വരുമ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി കൺസേൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിഫോർമേഷൻ ദാറ്റ് എ സ്ട്രക്ചർ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ബിഫോർ ബിക്കമിങ് അൺസർവീസബിൾ. എക്സാമ്പിൾ ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി ഇൻക്ലൂഡ് ഡിഫ്ലക്ഷൻ, വൈബ്രേഷൻ, ക്രാക്കിംഗ് ആൻഡ് അതർ ഫാക്ടേഴ്സ് ദാറ്റ് മേ എഫക്ട് ദ ഫങ്ഷണാലിറ്റി ഓഫ് ദി സ്ട്രക്ചർ. അതായത് ഒരു ബിൽഡിങ്ങിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യുക, അതായത് ഡിഫ്ലക്ഷനോ കാര്യങ്ങളോ ഇല്ല, വൈബ്രേഷനോ ക്രാക്കിങ്ങോ ഇല്ലാണ്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കണം. അതാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ട് ആ ബിൽഡിംഗ് നിൽക്കണം. ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഇപ്പോൾ നമ്മൾക്ക് താങ്ങണേം പറ്റണേക്കാൾ ലോഡ് വരുമ്പോഴായിരിക്കും നമുക്കത് ഡിഫ്ലക്ഷൻ സംഭവിക്കുക. സോ അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ അവിടെ റോങ് ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് അറിയാം, ഒരു കാര്യം ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിന് എത്ര ലോഡ് താങ്ങാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സർവീസബിലിറ്റി കൊണ്ട് നമുക്ക് ആ ബിൽഡിങ്ങിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ, വൈബ്രേഷൻ, ക്രാക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് നിൽക്കാൻ പറ്റണം. അപ്പോൾ അതാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി. ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്, ഇതിൽ നമ്മൾ ഇപ്പോൾ മറ്റേതിൽ പറഞ്ഞു ഇലാസ്റ്റിക് റീജിയൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ എന്തുണ്ട്, പ്ലാസ്റ്റിക് റീജിയനും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, തിയറി ഈസ് യൂസ്ഡ് ആൻഡ് ഹാൻഡ് സ്യൂട്ടബിൾ ഫോർ, അപ്പോൾ എല്ലാ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ദ സ്ട്രക്ചർ ഡിസൈൻഡ് ബൈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഈസ് സേഫ് ആൻഡ് സർവീസബിൾ അണ്ടർ ഡിസൈൻ. ഞാൻ പറഞ്ഞു രണ്ടെണ്ണത്തിൻ്റെയും കൂടി കോമ്പിനേഷനാണ്. ബോത്ത് സേഫ്റ്റിയും അതുപോലെ തന്നെ സർവീസബിലിറ്റിയും കൺസിഡർ ചെയ്യണോണ്ട് എന്താണ്, ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് സേഫ് ആയിരിക്കും, അതുപോലെ തന്നെ സർവീസബിൾ ആയിരിക്കും. പിന്നെ ലോഡ്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എൻഷുർ ദാറ്റ് ദ സ്ട്രക്ചർ ഡസ് നോട്ട് കൊളാപ്സ് ഈവൺ അണ്ടർ ദ വേഴ്സ്റ്റ് പോസിബിൾ ലോഡ് കണ്ടീഷൻ. സ്ട്രക്ചർ കൊളാപ്സ് ആവാനും പാടില്ല. ദ പ്രോസസ് ഓഫ് സ്ട്രെസ് റീഡിസ്ട്രിബ്യൂഷൻ, മൊമെന്റ് റീഡിസ്ട്രിബ്യൂഷൻ എറ്റ്സെട്ര ആർ കൺസിഡർ ഇൻ ദ അനാലിസിസ് ആൻഡ് മോർ റിയലിസ്റ്റിക് ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂസ് ആർ യൂസ്ഡ് ഇൻ ദ ഡിസൈൻ. നമ്മൾ പറഞ്ഞു മറ്റേതിൽ യൂസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ഒന്ന് ലിമിറ്റ് സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൻസ് ദ ഡിസൈൻ
obtained by limit state method is found to be more economical. അതുകൊണ്ട് തന്നെ അത് എന്താണ്, മോർ എക്കണോമിക്കലും കൂടിയാണെന്നാണ് പറയുന്നത്. ദ ഓവറോൾ സൈസ് ഓഫ് ഫ്ലക്ച്വറൽ മെമ്പേഴ്സ് ഡെപ്ത് റിക്വയർമെൻറ്റ്സ് ആണ് കേട്ടോ. അറൈവ്ഡ് ബൈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആർ ലെസ് ആൻഡ് ഹെൻസ് ദേ പ്രൊവൈഡ് ബെറ്റർ അപ്പിയറൻസ് ടു ദി സ്ട്രക്ചേഴ്സ്. അപ്പോൾ സേഫ്റ്റി അതുപോലെ തേർഡ് മെത്തേഡ് കമ്പയർഡ് ടു ഫസ്റ്റത്തേന് സേഫ്റ്റി, സെക്കൻഡ് സർവീസിബിലിറ്റി, തേർഡ് വന്നപ്പോൾ ബോത്ത് സേഫ്റ്റി ആൻഡ് സർവീസിബിലിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് എക്കണോമിക്കൽ കൂടിയാണ്. കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഡിസൈൻ ഫിലോസഫി തിയറി ആയിട്ട് വരാറുണ്ട്. നിങ്ങൾക്ക് കോഡ് റെഫർ ചെയ്താൽ കിട്ടും. അപ്പോൾ കോഡ് റെഫർ ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് മനസ്സിലാക്കണം. നിങ്ങൾക്കിത് എന്തായാലും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ബേസിക്കായിട്ട് ഈ തിയറി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് പ്രോബ്ലം, അതായത് നിങ്ങൾക്ക് ഡിസൈനാണ് ചെയ്യാനുള്ളത്, ഡിസൈനിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.